അപ്പോൾ എന്റെ ഡെലിവറി സ്റ്റോറി നമുക്ക് കേട്ടാൽ പോയി. അപ്പോൾ 3-ാം തീയതി എനിക്ക് പെയിൻ വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡ്യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ 6-ാം തീയതി തന്നെ നമുക്ക് പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഡോക്ടർ. 5-ാം തീയതി രാത്രി 11:30 എനിക്ക് ചെറിയ 12 മണിയായപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിംഗ് ആയി. പക്ഷേ എനിക്ക് പെയിന്റ് ഇന്റൻസിറ്റി കൂടി വന്നുകൊണ്ടിരുന്ന എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മുടെ ദിയാ കൃഷ്ണയുടെ ആ ഒരു ലേബർ റൂമിലേക്ക് ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ അത്ര പെയിൻ ഇല്ലായിരുന്നു. എനിക്കൊന്നും അങ്ങനെ പോയി 1 മണിക്കൂറിനുള്ളിൽ പ്രസവിച്ചു വാട്ടർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ എനിക്ക് ട്യൂബ് ഇട്ട് അവർ അടിക്കേണ്ടതായിരുന്നു. പക്ഷെ മരുന്ന് ഇൻഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ പുഷ് ചെയ്യാൻ തോന്നുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു ഗുണ്ടേ ഞാൻ ഇപ്പൊ തന്നെ പുഷ് ചെയ്യുന്നത്. അവർ എന്താ പറയുക അതിന്റെ തറയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേദന പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞിന് ശ്വാസം മുട്ടും അങ്ങനെ പുഷ് ചെയ്യുന്നു ഇല്ല, കുഞ്ഞ് വരുന്നില്ല പുറത്തുനിന്ന്. അങ്ങനെ വാക്യൂം ഇട്ട് എടുക്കാമെന്ന് എനിക്ക് കട്ടിങ് ചെയ്തെന്ന് ആ സമയത്ത് മനസ്സിലായി. പക്ഷെ എങ്ങനെ ചെയ്തു എന്നുള്ളത് പിന്നീട് എനിക്ക് ഞാൻ സ്റ്റിച്ചിന് മരുന്നിടാൻ നേരത്തെ നോക്കുമ്പോഴാണ് ഇങ്ങനെ കട്ടിങ് അനസ്തേഷ്യ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഗണേശന്റെ പറഞ്ഞു. അങ്ങനെ ആ കുത്തി നിന്ന് ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കാല് അടുപ്പിച്ച് അത് സ്റ്റിച്ചിട്ടതിന് ശേഷം അവർ പീവി ചെയ്തു. അങ്ങനെ ഞങ്ങൾ കിടന്ന സമയത്ത് എനിക്ക് പനി വന്നു. സ്റ്റിച്ചിന്റെ ആണോ ഡെലിവറി പെയിന്റ് ആണോ സ്റ്റിച്ചിന്റെ ആണോ എന്ന് പറഞ്ഞുകൂടാ.